കണ്ടോ, ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്ന ഡൈ നോക്ക്. നല്ല ഡൈ. നിങ്ങൾ ആരും പേടിക്കണ്ട കേട്ടോ. മുടി ചുവക്കോ ചെമ്പിക്കോ ഒന്നും പേടിക്കണ്ട. നീലമരിയും മൈലാഞ്ചി ഒന്നുമില്ലാത്ത നല്ല നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ ആണ് കേട്ടോ. കണ്ടോ, എല്ലാവരും ഇത് തേച്ച് നോക്കണം കേട്ടോ. എനിക്ക് ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നതാണ്. നമ്മൾ പറയാനായിട്ട് വരുന്നത് എന്താണെന്നറിയോ, നമുക്ക് ഈ കെമിക്കൽ ഡൈ തേച്ചിട്ട് ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളാണ്. ചൊറിയ, മുഖത്തൊക്കെ കളറ് വരിക, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നൊരു ഡൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുതരാം. എനിക്കൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നതാണ് ഇത്. നിങ്ങൾ തേച്ചോളൂ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടതേ പേരയിലാണ് കേട്ടോ. കണ്ട, നല്ല മൂത്ത പേരയില. ഇത് അമ്മ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പാക്കിലൊക്കെ നോക്കണം കേട്ടോ. വാറുകാലൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പുഴുക്കുത്തൊക്കെ ഉണ്ടെങ്കിൽ ആ ഇല എടുക്കണ്ട, നല്ല ഫ്രഷ് ഇല എടുത്തോളൂ കേട്ടോ. അപ്പോൾ 5 പേരയില. നമുക്ക് വേണ്ടത് ഒരു 5-6 ചെമ്പരത്തിപ്പൂവ്. അപ്പോൾ നമ്മൾ മൂട്ടിലത്തെ ഈ സാധനവും കളയണം. അത് വീണോട്ട കുട്ടികളെ. ഈ പച്ച കളറുള്ളതും കളയണം, ഇങ്ങനത്തെ ഉള്ളതും കളഞ്ഞിട്ട് നമ്മളൊന്ന് കഴുകി എടുത്തത്. അപ്പോൾ അമ്മ കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ. ഇത് വൈകുന്നേരമാണ് കണ്ട. അപ്പോൾ കഴുകി ഉണക്കി വെച്ച് നമുക്കൊരു 5-6 ചെമ്പരത്തിപ്പൂവ്. പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു 4 തണ്ട് നല്ല കറിവേപ്പില. ഇത് നമ്മളെ വീട്ടിലുണ്ടായത്. എങ്കിലും അമ്മ ഇതൊക്കെ ഒന്ന് കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്കപ്പൊടി. നമുക്ക് മുടി എത്രണ്ട് നരണ്ട് വെച്ചാൽ അതിനനുസരിച്ചിട്ടാട്ടോ. ഞാൻ എനിക്ക് എടുക്കണ ക്വാണ്ടിറ്റി അപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ള. എനിക്ക് ഒരുപാട് നരമില്ലാത്തതുകൊണ്ട് ഒരു 5 ചെമ്പരത്തിപ്പൂവും ഒരു 5 പേരയിലയുടെ അത് തിളപ്പിക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് 2 ടീസ്പൂണ് നെല്ലിക്കപ്പൊടി, അത്രേ നമുക്ക് വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പേരയിൽ എന്ത് ചെയ്തണോ, തണുക്കണ്ടത് കൂട്ടി അരയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ മിക്സി തെറിക്കും. എല്ലാവരും തണുത്തിട്ട് അരയ്ക്കാവും. അപ്പോൾ അമ്മ ഇത് ചീന്തിയിട്ട് തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളമാക്കിയിട്ട് ഇങ്ങനെയും കുറുക്കി കൊണ്ടുവന്നു. കണ്ടോ, കുറുക്കി കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ കളറ് കട്ടൻ ചായയുടെ പോലെ ആയിട്ടോ. അപ്പോൾ കുറുക്കിയതാണ്. എന്നിട്ട് അമ്മ ആറിച്ച് കൊടുന്ന് വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ വെള്ളം കൂട്ടിയിട്ട് ഈ മിക്സിയുടെ ജാറിൽ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് ഇത് അരയ്ക്കുകയാണ് കേട്ടോ. ഈ കറിവേപ്പിലയും ചെമ്പരത്തിപ്പൂവും. ഇത് തണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കളയാം. ഇനി തണ്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാൻ തണ്ട് ഊരിട്ടോ, നിങ്ങളും അങ്ങനെ തണ്ട് ഊരിക്കോ. അപ്പം നമ്മൾ ഇതൊക്കെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കേട്ടോ. ഇനി നമ്മൾ നെല്ലിക്കപ്പൊടിയും കൂടിയും നിങ്ങൾക്ക് ഇതിലിട്ടിട്ടാണ്ട് അരച്ച കരിയില്ലാതെ നമുക്ക് ഡൈ പോലെ ആവണമെങ്കിൽ ഞാനൊരു 2 ടീസ്പൂൺ ഇതിൽ ഇടുകയാണ് കേട്ടോ. അത്രേ വേണ്ടു. ഇതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഞാൻ ഇതിൽ ഇട്ടു കേട്ടോ. ഇനി നമ്മൾ വെള്ളം പാകത്തിനാവാൻ തരത്തില്ല. ഇനി വേണമെങ്കിൽ വെള്ളം പാര ഒരു ഡൈയുടെ രൂപത്തിൽ നിങ്ങളിത് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ നല്ല ഡൈയുടെ പോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. നല്ല അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു കടായി വേണം. കണ്ടല്ലോ, ഇതിലൊന്നുമില്ല. കണ്ടോ, നമ്മൾ ഡൈ കലക്കണതാണ് എപ്പോഴും. അപ്പോൾ ഈ ഡൈ ഇതിൽ കലക്കി വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലേക്ക് നല്ല കറുത്ത് കിട്ടും. ഇപ്പം തന്നെ നെല്ലിക്കപ്പൊടി ഇടുകൊണ്ട് കണ്ടോ, ചെമ്പരത്തിടിയും കറിവേപ്പിലയുടെയും നെല്ലിക്ക ഇടുകൊണ്ട് കണ്ടോ, അത്യാവശ്യം ഒന്നും ഇങ്ങനെ ഡാർക്ക് കളർ വന്നു കണ്ടല്ലോ. ഇനി നമുക്കിതിൽ ഒഴിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നല്ല തണുത്തിട്ട് കേട്ടോ. പേരയില നിങ്ങൾ പേരയില ഒന്ന് മുന്നേ തിളപ്പിച്ച് വെച്ചോളൂ കേട്ടോ. ഒരു 10 മിനിറ്റ് മുന്നെങ്കിൽ അത് നല്ല തണുക്കും. അപ്പോൾ നമ്മൾ വെള്ളം പാകത്തിനാണ്ടോ ഡൈ രൂപത്തിലിരിക്കണം കണ്ടോ. ഇനി ഇത് നമ്മൾ എന്താ വേണ്ട വെച്ചാൽ ഇതിങ്ങനെ ഇരുന്നോട്ടെ. ഒരു രാത്രി ഇതിങ്ങനെ അടച്ച് വയ്ക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഇപ്പോൾ ഇത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് രാവിലെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിനി ഞാൻ അടച്ച് കൊണ്ടേക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ കലക്കി വെച്ച ഡൈ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. കണ്ടോ, ഡൈ നല്ല കറുത്ത കളറായിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ. നമ്മൾ സാധാ ഡൈ പോലെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ. അപ്പോൾ മക്കളെ, നമ്മൾക്ക് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മളെ ചെമ്പരത്തിപ്പൂവ് കൊളാജിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതേപോലെ അമിനോ ആസിഡ് അത് നമ്മളെ കരാറ്റിന്, പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് അകാല നര തടയാൻ. അപ്പോൾ അത് ചെമ്പരത്തിപ്പൂവിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിറ്റാമിൻ സി മുടി കൊഴിച്ചിൽ തടയാനൊക്കെ ഇതാവട്ടോ. അതൊക്കെയും പേരയിലയിലുണ്ട്. വിറ്റാമിൻ ബി ഉണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ പേരയിലയിലും ഉണ്ട്. പിന്നെ കറിവേപ്പില പ്രോട്ടീൻ ബീറ്റാ കരോട്ടീനൊക്കെ നമ്മളെ കറിവേപ്പിൻ്റെ ഇലയിലും ഉണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ ബി ഉണ്ട് അതിലും. അതുകൂടി നരപ്പ് മാറാനും കൂടുതൽ മുടി തഴച്ച് വളരാനും നമ്മൾ ഈ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ നമ്മളെ മുടിക്ക് നല്ലതാണ്. അപ്പോൾ നമ്മളിത് ഇനി എങ്ങനെ തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഇല്ലാത്ത മുടിയിൽ വേണം നമ്മളിത് തേക്കാനായിട്ട്. അപ്പോൾ ഇത് അധികം എണ്ണ പാടില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് തേക്കാം. അമ്മ എണ്ണ തേച്ചിട്ടില്ലെന്ന് മുടിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഗ്ലൗസ് ഉള്ളവരെ ഇത് കൈകൊണ്ട് നമുക്ക് എങ്ങനെ വെച്ചാൽ തേക്കാം കേട്ടോ. ഞാനിതിങ്ങനെ ബ്രഷ് കൊണ്ട് സാധാ ഡൈ തേക്കണ പോലെ ഞാനിത് തേക്കണം കേട്ടോ. കണ്ടോ,
ഞാനിങ്ങനെ. അപ്പം ഞാനിതിങ്ങനെ മുടിയുടെ എൻ്റെ ഈ നെറ്റിയുടെ അരികെ പിന്നെ ചെവിയുടെ അരികെ അങ്ങനെയൊക്കെ കേട്ടോ എൻ്റെ മുടി നരച്ചെന്ന ഫ്രണ്ട് കൂടെ പിന്നെ നെറുകിൽ കുറച്ച് സ്ഥലത്ത് അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുഴുവൻ തേച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു കണ്ണാടിയിൽ പോയിട്ട് ഞാനിത് തേക്കട്ടെ കേട്ടോ. പിന്നെ ഇനി തേച്ച് വന്നിട്ട് ഞാൻ പറയാം കേട്ടോ. ഇനി ബാക്കി കണ്ണാടിയിൽ നോക്കിയിട്ടൊന്ന് തേക്കട്ടെ. അപ്പോൾ അമ്മ മക്കളെ ഇത് തലയിൽ തേച്ചതിൻ്റെ ശേഷമേ ഉണങ്ങിയിട്ട് നമുക്ക് എന്താ പറയുക കഴുകി കളയാൻ നല്ല പ്രയാസം വരും. നെല്ലിക്കും ചെമ്പരത്തി ഉണ്ടാവേണ്ട നല്ല മുടിയിലേക്ക് ഇങ്ങോട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് കഴുകി കളയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തേച്ച് വഴിക്കിത് ഒന്ന് തണുപ്പ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കവർ ഇടണം കേട്ടോ. കുറേശ്ശെ നെറ്റിമുക്കൂടെ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ എണ്ണ തേച്ചിട്ട് ഇത് തേക്കണം കേട്ടോ. അല്ലെങ്കിൽ നെറ്റിമുക്കൂടെ നെല്ലിക്കും ചെമ്പരത്തിയോ കൊണ്ട് ഒരു കറുപ്പ് കളർ നമ്മളെ മുഖത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ എണ്ണ തേക്കുക. അല്ലെങ്കിൽ കുറച്ചും കൂടി ടൈറ്റായിട്ട് കലക്കിക്കോളും. നിങ്ങൾ ലേശം കൂടി നെല്ലിക്കപ്പൊടി ഇട്ടിട്ട് ടൈറ്റ് ആയിക്കോളും. എനിക്ക് കുറേശ്ശെ ഇങ്ങനെ വലിച്ചു വന്നു കണ്ട എൻ്റെ കയ്യുമ്പിലൊക്കെ കറുത്തുകൊണ്ടായി അല്ലേ. കുഴപ്പമില്ല, ഗ്ലൗസ് ഇടാത്തതുകൊണ്ടാണ്. കയ്യൊക്കെ കറുത്തുകൊണ്ടുണ്ട് കേട്ടോ. ഉണ്ടോ, കയ്യൊക്കെ പാകത്തിന് കറുത്തുകൊണ്ടുണ്ട്. കഴുകിയിട്ടും ആ പോണേ ഉള്ളൂ അത്. അപ്പോൾ നിങ്ങളൊക്കെ ഗ്ലൗസ് ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ചിലയിടത്തൊക്കെ കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ തേക്കുകയെന്നല്ലേ, ഇങ്ങനെ നമ്മൾ ആയുർവേദത്തിൻ്റെയും നാച്ചുറലുള്ള സംഭവങ്ങൾ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങളിത് തേക്കണം. അല്ലാതെ ഇത് 15 ദിവസം നിൽക്കണില്ല പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തേച്ച് ശീലിച്ചാലേ തന്നെ മുടി കറുത്ത് വരുന്നുള്ളൂ. ഞാൻ ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് ആയുർവേദങ്ങളെ പറ്റണുള്ളൂ. എനിക്ക് ഒരു കെമിക്കലും പറ്റുന്നില്ല. നീലമരി പറ്റണില്ല കുട്ടികളെ. നെല്ലിക്കപ്പൊടിയൊക്കെ ഒരു കുഴപ്പമില്ല. നീലമരി ഇതിൽ തേച്ചു എന്നാൽ എനിക്ക് ബാലൻസിൻ്റെ പ്രശ്നം വരികയാണ്. അപ്പോൾ ഈ ചെമ്പരത്തി നെല്ലിക്കും കൂടി ആവുകൊണ്ട് അത്ര കുഴപ്പമില്ല. കറിവേപ്പിൻ്റെ പിന്നെ പേരയിലയുടെ വെള്ളമാകുമ്പോഴേക്ക് അത്ര കുഴപ്പം വരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ തേക്കുമ്പോഴേക്കും ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഗുണഗണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം ഇത് എങ്ങനെ കഴുകി കളയുക ചോദിക്കുന്നില്ലേ, ഒരു ഷാമ്പൂ തേക്കണ്ട കേട്ടോ. നിങ്ങൾ നോർമൽ വെള്ളത്തിൽ മതി കുട്ടികളെ. 1 മണിക്കൂർ വെക്കാൻ വെക്കിച്ചാൽ കുറച്ചും കൂടി അധികം കളർ പിടിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു കവറിട്ട് വെക്കണം. കാരണം കഴുകി കളയുമ്പോൾ ബുദ്ധിമുട്ടാവും. ഇതിങ്ങനെ ഇടാതെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് എൻ്റെ മുടി നല്ല ഉണങ്ങി പിടിച്ചിട്ട് ഞാനത് എന്താ പറയുക ബുദ്ധിമുട്ടായി. ചെമ്പരത്തിൻ്റെ ഒരു വഴുവഴുപ്പുണ്ടേ, പൂവുണ്ടാവുകൊണ്ടേ. പിന്നെ അതിൽ നെല്ലിക്കപ്പൊടിയും കൊണ്ട് ഇട്ടൊക്കുമ്പോൾ ഒരു ഇഴുക്കം വന്നിരുന്നു മുടിയിൽ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കവർ ഇടാൻ എല്ലാവരും ശ്രദ്ധിക്കണം. തുണി കെട്ടരുത് കേട്ടോ, ഇങ്ങനെ കവറേ ഇടാവുള്ളൂ. അപ്പോൾ അമ്മ ഇനി ഇതൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങനെ കഴുകി കളയുള്ളൂ. ഇനി അടുക്കളയിൽ ദോശപ്പണിയൊക്കെ രാവിലെ ചെയ്യുന്നതാണ്. വൈകുന്നേരത്ത് കലക്കി വെച്ചാൽ നമ്മളിത് അപ്പോൾ എല്ലാവരും തലേദിവസം കലക്കി വെക്കണം. അപ്പോഴൊക്കെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ എത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി ഞാൻ അനേബിൾ ചെയ്ത് അമ്മ പറഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കന്നഡയൊക്കെ വീഡിയോ വെച്ചാൽ കുട്ടികളെ കന്നഡയിലേക്കൊക്കെ ഇങ്ങനെ ആവുമെന്ന് പേടിച്ചിട്ടേട്ടോ. അപ്പം ഇനി എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.